എല്ലാവർക്കും CNN ബുക്ക് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 5ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഈ ചാപ്റ്ററാണിത്. നമുക്കൊരു 5 മുതൽ 6 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രമേ എൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് HTML നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് ലിസ്റ്റാണ്. ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആണ്. കാരണം ലിസ്റ്റിൽ നിന്ന് നമുക്കൊരു 3 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 1 മാർക്കിൻ്റെ നമുക്ക് HTML നമുക്ക് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ നിന്ന് നമുക്കൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ എങ്ങനെ ചെയ്യാം, ലിസ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. പിന്നെ 5 മാർക്കിൻ്റെ ഒരു പ്രോഗ്രാം ചിലപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പോർഷനാണ്. ഓക്കെ, നമുക്ക് ലിസ്റ്റ് നോക്കാം. ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് ഇൻ HTML ആർ യൂസ്ഡ് ടു ഡിസ്പ്ലേ ലിസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇൻഫർമേഷൻസ് ഒക്കെ ഒരു പ്രത്യേക ക്രമത്തിൽ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. നമ്മൾ HTML നമ്മൾ 3 തരത്തിലുള്ള ലിസ്റ്റാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ലിസ്റ്റ്. ഓക്കെ, ഈ ഓർഡേർഡ് ലിസ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അൺഓർഡേർഡ് ലിസ്റ്റ് മാർക്സ് ഐറ്റം ബൈ നമ്പേഴ്സ് ഓർ ആൽഫബറ്റ്സ് ആണ്. അതായത് ഒരു ക്രമം ഉണ്ടായിരിക്കും. ഓർഡേർഡ് ലിസ്റ്റിന് ഒരു ക്രമം ഉണ്ടായിരിക്കും. അതായത് സംഖ്യകളുടെ ക്രമത്തിൽ വിവരങ്ങളെ കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓർഡേർഡ് ലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ടാഗാണ് ഈ OL ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു പ്രോഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിൻ്റെ ഈ ഒരു ലോജിക് എന്ന് പറയുന്നത് ഈ പാർട്ടാണ്. ഓക്കെ, അതായത് നമ്മൾ OL ടാഗ് യൂസ് ചെയ്തിട്ട് അതിനുള്ളിൽ നമുക്ക് എന്താണോ ലിസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ അത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇതാ നോക്കിക്കേ, ഈ ഒരു ഔട്ട്പുട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. OL ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ക്രമം ഉണ്ടായിരിക്കും. അത് നമ്മളിവിടെ ഡീഫോൾട്ടായിട്ട് നമ്മൾ ചുമ്മാ വെറുതെ OL ടാഗ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 1 2 3 എന്ന് പറഞ്ഞിട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. ഈ ഒരു ഔട്ട്പുട്ട് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അൺഓർഡേർഡ് ലിസ്റ്റ് നോക്കാം. അൺഓർഡേർഡ് ലിസ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അൺഓർഡേർഡ് ലിസ്റ്റ് യൂസ്ഡ് ബുള്ളറ്റ് ഇൻസ്റ്റെഡ് ഓഫ് നമ്പേഴ്സ് എന്നാണ്. അതായത് ഓർഡേർഡ് ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സംഖ്യകൾക്ക് പകരം പ്രത്യേക ചിഹ്നങ്ങളായിരിക്കും അത് കാണിക്കുക. ഓക്കെ, ഈ ഒരു ഔട്ട്പുട്ട് കണ്ടോ, നമ്മൾ ആദ്യം 1 2 3 എന്നല്ലേ നമുക്ക് വന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുന്ന എന്താണ്, നമുക്ക് ഒരു പ്രത്യേക ചിഹ്നങ്ങളുടെ രൂപത്തിലാണ് വരിക. ബുള്ളറ്റ്സ് വേണമെങ്കിൽ ബുള്ളറ്റ്സ്, സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ, അങ്ങനെയൊക്കെ. പക്ഷേ ഡീഫോൾട്ട് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ബുള്ളറ്റ്സിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതാണ് അൺഓർഡേർഡ് ലിസ്റ്റ്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ ലോജിക് പോർഷൻ എന്ന് പറയുന്നത് ഇതാണ് UL. ഇവിടെ അൺഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റിനകത്ത് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ പറഞ്ഞല്ലോ, ഓർഡേർഡ് ലിസ്റ്റിൻ്റെ ആണെങ്കിൽ നമ്മൾ OL ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അൺഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ഇവിടെ UL ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഡെഫിനിഷൻ ലിസ്റ്റാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൽ നിന്നൊരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. എന്താണ് TL ടാഗ്, എന്താണ് TD ടാഗിൻ്റെ യൂസ് എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ ലിസ്റ്റ് നമുക്ക് നോക്കാം. ഡെഫിനിഷൻ ലിസ്റ്റ് കൺസിസ്റ്റ്സ് ഓഫ് എ ലിസ്റ്റ് ഓഫ് ഡെഫിനിഷൻസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ്. അതായത് നമുക്ക് HTML-നകത്ത് എന്തെങ്കിലും ഒരു ഡെഫിനിഷനും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡെഫിനിഷൻ ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, DL ടാഗും അതേപോലെ തന്നെ DD ടാഗും നമ്മൾ DL ടാഗ് നമ്മൾ അതിനകത്ത് നമ്മൾ DT ടാഗും DD ടാഗും നമ്മൾ യൂസ് ചെയ്യുന്നത്. DT ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യാം, അത് എന്ത് ഐറ്റം ആണ് എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി, അത് ഡെഫിനിഷൻ എന്താണെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് DT ടാഗ് കൊടുക്കുന്നതും. അതേപോലെ DD ടാഗ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ എന്ത് ഡെഫിനിഷനാണോ കൊടുത്തത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് DD ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു കൊച്ചു ഔട്ട്പുട്ട് നമുക്ക് കാണാം. നിങ്ങൾക്കത് ക്ലിയർ ആവുമെന്ന് തോന്നുന്നു. ഇവിടെ കണ്ട ഫസ്റ്റ് നമ്മൾ CPU അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് ചുമ്മാ വെറുതെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇൻഫർമേഷൻസിനെ ഒരു ക്രമമായ രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ട്. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രമമായ രീതിയിലായിരിക്കും. അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബുള്ളറ്റ്സോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ചിഹ്നങ്ങൾ കൊണ്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡെഫിനിഷനും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെഫിനിഷൻ ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. നെസ്റ്റഡ് ലിസ്റ്റ്.
നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നെസ്റ്റഡ് ലൂപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നല്ലേ. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലൂപ്പിനുള്ളിൽ വേറൊരു ലൂപ്പ് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു ലിസ്റ്റിനുള്ളിൽ വേറെ ലിസ്റ്റുകൾ വരുന്നതായിരിക്കും നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, ഈ ഒരു പ്രോഗ്രാം വെച്ചിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ഈ പ്രോഗ്രാമിനകത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കൺട്രി എന്നും അതേപോലെ തന്നെ കറൻസി എന്നും പറഞ്ഞ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ഓർഡേർഡ് ലിസ്റ്റ് അല്ലേ, നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് നമ്മളവിടെ യൂസ് ചെയ്തു, ഓയിൽ ടാഗ് നമ്മൾ യൂസ് ചെയ്തു. അതിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അൺഓർഡേർഡ് ടാഗ് UL ടാഗ് നമ്മൾ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ വേറെ ഒരു ലിസ്റ്റും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തിരിക്കുകയാണ്. അതാ പറഞ്ഞു, ഇപ്പോൾ ഇതിനകത്ത് എന്താ വന്നിരിക്കുന്നത്, ഈ ഓർഡേർഡ് ലിസ്റ്റിനകത്ത് അൺഓർഡേർഡ് ലിസ്റ്റും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇതെന്ന് പറയുന്നത് എന്താണ്, നെക്സ്റ്റഡ് ലിസ്റ്റ് ആണ്. ക്ലിയർ? ഇനി നമുക്ക് ഈ ഓയിൽ ടാഗിനും അതേപോലെ UL ടാഗിനും ഒക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആട്രിബ്യൂട്ട്സ്. അതായത് ഈ നമുക്ക് ആദ്യം ഓയിൽ ടാഗിൻ്റെ ആട്രിബ്യൂട്ടായ ടൈപ്പ് നോക്കാം. അതായത് ഈ ടൈപ്പ് ആട്രിബ്യൂട്ട് എന്തിനാണ് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അഡീഷണൽ ഇൻഫോർമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓയിൽ ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് ടൈപ്പ് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ആട്രിബ്യൂട്ട് കൊടുക്കാതെ, അതായത് ഓയിൽ ടാഗിൽ ടൈപ്പ് ആട്രിബ്യൂട്ട് കൊടുക്കാതെ നമ്മൾ ജസ്റ്റ് ഓയിൽ ടാഗ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീഫോൾട്ടായിട്ട് അത് 1 2 3 എന്ന് പറഞ്ഞിട്ടായിരിക്കും അത് എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്ത് വരിക. ടൈപ്പ് ആട്രിബ്യൂട്ട് കൊടുത്തിട്ട് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിലായിരിക്കും അത് ലിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടൈപ്പ് സ്മോൾ ലെറ്റർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്മോൾ ലെറ്റർ ABCഡിയിലായിരിക്കും ലിസ്റ്റ് ചെയ്യുക. ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ ലെറ്റർ ABCയിലായിരിക്കും ലിസ്റ്റ് ചെയ്യുക. ക്ലിയർ? അതുപോലെ റോമൻ ലെറ്റർ എന്നൊക്കെ എങ്ങനെയാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ അത് മെൻഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ക്രമമായിട്ട് വന്നോളും. ഓക്കെ, അടുത്തതാണ് ഇതിൻ്റെ അടുത്തൊരു സ്റ്റാർട്ട് ആട്രിബ്യൂട്ട് ഉണ്ട്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ടാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കിപ്പോൾ 12ാമത്തെ നമ്പർ മുതൽ എനിക്ക് ലിസ്റ്റ് ചെയ്താൽ മതി എങ്കിൽ നമുക്കവിടെ പറഞ്ഞു കൊടുക്കണ്ടേ, HTML നമുക്ക് ലാംഗ്വേജിൽ പറഞ്ഞു കൊടുക്കണ്ടേ 12ാമത്തെ മുതലാണ് എനിക്ക് ലിസ്റ്റ് ചെയ്ത് വരേണ്ടതെന്ന്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാർട്ട് ആട്രിബ്യൂട്ട് നമ്മൾ കൊടുത്തിട്ട് നമ്മളത് എവിടെ നിന്ന് തുടങ്ങിയാന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മുടെ ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഓയിൽ ടൈപ്പ് അപ്പോൾ എ സീരീസിൽ നിന്നാണ് തുടങ്ങേണ്ടത്. സ്റ്റാർട്ട് = 12, അതായത് 12ാമത്തെ ലെറ്ററിൽ നിന്ന് വേണം തുടങ്ങാൻ. അതായത് നമുക്ക് 12ാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് L ആണ്. അപ്പോൾ LMNOPQ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരിക്കും നമുക്ക് ഇൻഫർമേഷൻസ് ലിസ്റ്റ് ചെയ്ത് വരിക. ഓക്കെ, ഇനി അടുത്ത ടാഗായ നമുക്ക് UL ടാഗിന്, പക്ഷേ ഓയിൽ ടാഗിന് ഈ 2 ആട്രിബ്യൂട്ടാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടതുള്ളൂ, ടൈപ്പും സ്റ്റാർട്ടും. ഇനി UL ടാഗിന് നമുക്ക് ടൈപ്പ് മാത്രം പറഞ്ഞാൽ മതി. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ ടൈപ്പ് മെൻഷൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് അത് വരുന്നത് ബുള്ളറ്റ്സ് രൂപത്തിലായിരിക്കും, ബുള്ളറ്റ്സ് ആയിരിക്കും വരിക. ഓക്കെ, പക്ഷെ നമ്മളിവിടെ ഡിസ്ക് വേണമെങ്കിൽ ഡിസ്ക്, സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ, നമുക്ക് എന്താണോ ഏത് രീതിയിലാണോ ലിസ്റ്റ് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ നമ്മൾ ആട്രിബ്യൂട്ട്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിലായിരിക്കും അത് വരിക. ഓക്കെ, അടുത്തത് ഹൈപ്പർ ലിങ്ക് ആണ്. ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്യുന്നത്? ഈ ഹൈപ്പർ ലിങ്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ക്ലിക്കിംഗ് എ ലിങ്ക് ട്രാൻസ്ഫർ ദ കൺട്രോൾ ടു അനദർ ഡോക്യുമെൻറ്റ് ഓർ വെബ് പേജ്. അതായത് ഒരു വെബ് പേജിൽ നിന്നും മറ്റൊരു വെബ് പേജിലേക്ക് മാറാൻ സഹായിക്കുന്ന ലിങ്കുകളാണ് എന്തെന്ന് പറയുന്നത്, ഹൈപ്പർ ലിങ്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹൈപ്പർ ലിങ്കുകളെ നമുക്ക് ഇൻറ്റേർണൽ ലിങ്ക് എന്നും അതേപോലെ തന്നെ എക്സ്റ്റേണൽ ലിങ്ക് എന്നും തരംതിരിക്കാം. ഓക്കെ, ഇനി ഈ ഇൻറ്റേർണൽ ലിങ്കും എക്സ്റ്റേണൽ ലിങ്കും എന്നു പറഞ്ഞാൽ നമുക്ക് നോക്കാം. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇൻറ്റേർണൽ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an internal link is a link which point to the different sections of the same document. അതായത് ഇൻറ്റേർണൽ ലിങ്ക് എന്ന് പറയും ഒരു പേജിനുള്ളിലെ മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ, അതായത് ഒരു പേജിനുള്ളിൽ തന്നെയായിരിക്കും ഇൻഫോർമേഷൻസ് ഉണ്ടാവുക. ഇപ്പം മുകളിലുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് താഴെയുള്ള ഇൻഫോർമേഷൻസാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിനൊരു ലിങ്ക് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴത്തെ ഇൻഫോർമേഷൻസ് കിട്ടും. ഓക്കെ, അതായത് ഒരു പേജിൽ എത്രത്തോളം കണ്ടൻസ് ഉണ്ടോ ആ കണ്ടൻസിനൊക്കെ ഓരോ ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പർട്ടിക്കുലർ കണ്ടൻസിലേക്ക് പോകും. അതാണ് ഇൻറ്റേർണൽ ലിങ്ക് എന്ന് പറയുന്നത്.
എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു പേജിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വെബ് പേജിൽ നിന്ന് മറ്റൊരു വെബ് പേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എക്സ്റ്റേണൽ ലിങ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എന്തായാലും നമ്മൾ ഈ ലിങ്കുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആംഗിൾ ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, ലിങ്കുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ആംഗിൾ ടാഗിൻ്റെ കൂട്ടത്തിൽ ഈ ആംഗിൾ ടാഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആംഗിൾ ടാഗിൻ്റെ കൂടെയുള്ള ആട്രിബ്യൂട്ട് ആരാണ്, href ആണ് നമ്മുടെ ആട്രിബ്യൂട്ടായിട്ട് വരുന്നത്. ഇവിടെ എ ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ href എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, URL സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയറായി കാണുന്നു. അടുത്തത് അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് URL. അത് നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അബ്സല്യൂട്ട് URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ URLൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് എന്തുണ്ടാവും, അതിനൊരു പ്രോട്ടോകോൾ ഉണ്ടാവും. അതാണ് അബ്സല്യൂട്ട് URL എന്ന് പറയുന്നത്. റിലേറ്റീവ് URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലിങ്കിന് ഫ്രണ്ടിൽ എന്തുണ്ടാവത്തില്ല, പ്രോട്ടോകോൾസ് ഉണ്ടാവത്തില്ല. അതാണ് റിലേറ്റീവ് URL എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആംഗിൾ ടാഗ് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കില്ലേ, നമ്മൾ പ്രോഗ്രാംസിലൊക്കെ ചെയ്തില്ലേ, അതെന്നൊക്കെ പറയുന്നത് എന്താണ്, റിലേറ്റീവ് URLന് എക്സാമ്പിളാണ്. ഓക്കെ, ഇവിടെ കുറച്ച് കട്ടാകുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നു തോന്നുന്നില്ല. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ ആൻഡ് ഇമെയിൽ ലിങ്കിങ് ആണ്. അപ്പോൾ ഗ്രാഫിക്കൽ ആൻഡ് ഇമെയിൽ ലിങ്കിങ് എന്ന് പറയുന്നത് അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അതായത് നമ്മളൊരു ഇമേജ് ക്ലിക്ക് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പർട്ടിക്കുലർ ഒരു പേജിലേക്ക് പോകണം. അതാണ് ഗ്രാഫിക്കൽ ലിങ്ക്. നമ്മളൊരു ഇമേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹൈപ്പർ ലിങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അടുത്തത് ഇമെയിൽ ലിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമെയിലിലേക്ക് നമുക്ക് മെസ്സേജ് അയക്കാൻ പാകത്തിനുള്ളൊരു ലിങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഇമെയിൽ ലിങ്കിങ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി, വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇൻസേർട്ട് ഓഡിയോ വീഡിയോ. ഇവിടെ ഈ ടാഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം ഇൻസേർട്ടിങ് ഓഡിയോ ആൻഡ് വീഡിയോ ടാഗിൽ നമ്മളത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണെന്ന് പറയുന്നത് എംബഡഡ് ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, എംബഡഡ് ടാഗ് എന്ന് പറയാൻ യൂസ് ചെയ്താലേ നമുക്ക് ഈ ഓഡിയോ വീഡിയോസൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് എംബഡഡ് ടാഗ്. ഇതിങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്, ഏത് ടാഗ് യൂസ് ചെയ്തിട്ടാണ് ഓഡിയോ വീഡിയോ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന്. ഓക്കെ, നിങ്ങളത് അവിടെ അങ്ങനെ പഠിച്ചു വെക്കുക. അതിന് 2 ആട്രിബ്യൂട്ട് ഉണ്ട്, SRC ഉണ്ട്, ഹിഡനും ഉണ്ട്. ക്ലിയർ? ഇതാ കണ്ടില്ലേ, ഇങ്ങനെയായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വരിക. എംബഡഡ് ടാഗ് വീഡിയോസ് പ്ലേസ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഓഡിയോ പ്ലേസ് ചെയ്യുന്നതും. അതിന് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. ക്രിയേറ്റിംഗ് ടേബിൾസ് ഇൻ HTML. ഈ ടേബിളിൻ്റെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രോഗ്രാമിംഗ് ആയിട്ടും അതേപോലെ തന്നെ സെൽ പാഡിങ് എന്താണ്, സെൽ സ്പേസിങ് എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ റോ സ്പാൻ എന്താണ്, കോൾ സ്പാൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു പോർഷനിൽ നിന്നാണ്. ഓക്കെ, നമുക്ക് ടേബിൾ എന്താണെന്ന് നോക്കാം. Tables are used to structure data in a web page. Tables in HTML are created using table tag. അതായത് നമ്മൾ ഇൻഫോർമേഷൻസിനെയൊക്കെ നമ്മൾ ക്രമത്തിൽ ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ലിസ്റ്റ് യൂസ് ചെയ്തില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളിവിടെ ടേബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
വെബ് പേജിൽ നമ്മുടെ വിവരങ്ങൾ ഒരു ടേബിളിലാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ടേബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, ടേബിൾ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഈ ടേബിൾ ടാഗിന് കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ആ ആട്രിബ്യൂട്ട്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ആണ് സെൽ സ്പേസിങ്ങും അതേപോലെ തന്നെ സെൽ പാഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, സെൽ സ്പേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്പേസ് ബിറ്റ്വീൻ സെൽ ബോർഡർ ആൻഡ് ടേബിൾ ബോർഡർ. അതായത് ഒരു സെല്ലുണ്ടാവുമല്ലോ, ആ സെല്ലിൻ്റെ ബോർഡർ, ഇപ്പോൾ ഒരു ടേബിൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ആ ടേബിളിൽ ഇങ്ങനെയായിരിക്കും സെല്ലിങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുക ടേബിളിൽ. അപ്പോൾ ആ ടേബിളിനകത്ത് ആ സെല്ലിൻ്റെ ബോർഡറിനും അതേപോലെ ടേബിൾ ബോർഡറിനും ഇടയിലുള്ള സ്പേസ് ആണ് എന്തെന്ന് പറയുന്നത്, സെൽ സ്പേസിങ് എന്ന് പറയുന്നത്. ഇനി സെൽ പാഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിൽ സ്പേസ് ബിറ്റ്വീൻ സെൽ ബോർഡർ ആൻഡ് സെൽ കണ്ടൻറ്റ്. ആ സെല്ലിൻ്റെ ബോർഡറിനും ആ ഒരു ബോർഡറിനും അതിനകത്തെ ആ കണ്ടൻറ്റിനും ഇടയിലുള്ള ആ ഒരു സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൽ പാഡിങ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ടേബിളിൻ്റെ ഈ രണ്ട് ആട്രിബ്യൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നമുക്ക് ടി ആർ ടാഗിൻ്റെയും ടി ഡി ടാഗിൻ്റെയും കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് ടി ആർ ടാഗ്, എന്താണ് ടി ഡി ടാഗ്? അതായത് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടേബിൾ ടാഗ് വേണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ടേബിളിൽ നമുക്ക് റോ വേണമെങ്കിൽ, അതേപോലെ ഡേറ്റ നൽകണമെങ്കിൽ, അതേപോലെ തന്നെ അതിൻ്റെ ഹെഡിങ്ങിൻ്റെ ഒക്കെ വേണ്ടിയിട്ട് ഓരോ ടാഗുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ടാഗുകളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് ടി ആർ ടാഗ് നമ്മൾ അതിൻ്റെ പേരിൽ തന്നെയുണ്ട്, ടേബിൾ റോ. അതായത് ടേബിൾ റോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ടേബിൾ ടാഗ് യൂസ് ചെയ്യുന്നത്. ടി ഡി ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ടേബിൾ ഡേറ്റേനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടി ഡി ടാഗ് യൂസ് ചെയ്യുന്നത്. ടി എച്ച് ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടേബിളിൻ്റെ ഹെഡിങ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടി എച്ച് ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടി ആർ ടാഗും ടി ഡി ടാഗും ടി എച്ച് ടാഗും ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണെന്ന് പഠിച്ചു വെക്കുക. അതിൻ്റെ ഡിഫറൻസും ചില സമയത്ത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത് നമുക്ക് ടി ആർ ടാഗിൻ്റെയും അതേപോലെ തന്നെ ടി ഡി ടാഗിൻ്റെയും അതേപോലെ തന്നെ ടി എച്ച് ടാഗിൻ്റെയൊക്കെ നമുക്ക് ആട്രിബ്യൂട്ട്സ് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഈ 3 ടാഗുകൾക്കും ഈ ആദ്യം പറഞ്ഞ ഈ 3 കോമൺ ആണ്. കണ്ടോ, അലൈൻ, വി അലൈൻ, അതേപോലെ തന്നെ ബി ജി കളർ, ഇതെല്ലാം എന്ന് പറയുന്ന ഈ ആട്രിബ്യൂട്ട്സ് എല്ലാം ഇവർക്ക് 3 പേർക്കും കോമൺ ആണ്. പിന്നെ ഈ ടി ഡി ടാഗിനും അതേപോലെ തന്നെ ടി എച്ച് ടാഗിനുമാണ് ഈ കോൾ സ്പാനും അതേപോലെ തന്നെ റോ സ്പാനും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉള്ളത്. കോൾ സ്പാൻ അതുപോലെ റോ സ്പാൻ അതും നിങ്ങൾ എന്താണെന്ന് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, നമുക്ക് ഒരു ടേബിൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ടേബിളിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, കോൾ സ്പാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ 3 കോളംസ് മേർജ് ചെയ്ത് ഒറ്റ റോയാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ കോൾ സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ അതിലധികമോ കോളത്തിനെ തമ്മിൽ മേർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൾ സ്പാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റോ സ്പാൻ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, മോർ ദാൻ റോസിനെ മേർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, റോ സ്പാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ? ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇവിടെ റോ സ്പാൻ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. റോ സ്പാൻ 2 ഇയേഴ്സ്, അതായത് 2 റോയിനെ മേർജ് ചെയ്ത് അവിടെ ഇയേഴ്സ് നമ്മൾ എഴുതിയേക്കാണ്. അതായത് ഇവിടെ 2 റോ, ഇത് ആക്ച്വലി മേർജ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഇവിടെ വന്നേനെ. അത് മേർജ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇത് കോളങ്ങൾ നമ്മൾ മേർജ് ചെയ്ത് അവിടെ ഇയേഴ്സ് എന്ന് വന്നിരിക്കുന്നത്. അടുത്തത് കോൾ സ്പാൻ 3 ടോട്ടൽ നമ്പേഴ്സ്. ഇതാണ് കോൾ സ്പാൻ 3. ഇവിടെ ഒരു 3 കോളം ഇങ്ങനെ വരുന്നതാണ്. ഇതിനെ മൊത്തത്തിൽ ഇങ്ങനെ മേർജ് ചെയ്ത് അവിടെ ഒരു വലിയൊരു സ്പേസ് ആക്കിയിട്ട് ടോട്ടൽ നമ്പേഴ്സ് ഓഫ് എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. അതാണ് കോൾ സ്പാൻ ആൻഡ് റോ സ്പാൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ സെൽ പാഡിങ്ങും അതുപോലെ സെൽ സ്പേസിങ്ങും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് ടേബിളിൻ്റെ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നതിന് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് സെൽ പാഡിങ്, സെൽ സ്പേസിങ്, അതേപോലെ തന്നെ റോ സ്പാന്, അതേപോലെ തന്നെ കോൾ സ്പാന്. ഓക്കെ, അത് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അടുത്ത് നമുക്ക് ക്യാപ്ഷൻ എന്താണെന്ന് നോക്കാം. അതായത് ഒരു ടേബിളിന് നമുക്കൊരു പേര് നൽകാൻ അല്ലെങ്കിൽ ഒരു അടിക്കുറിപ്പൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്യാപ്ഷൻ നമ്മൾ കൊടുക്കുന്നത്. ആ ക്യാപ്ഷന് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ക്യാപ്ഷൻ ടാഗ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, നമ്മളൊരു ഔട്ട്പുട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ടാഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഇതുണ്ടോ മൈ സ്കൂൾ, നമ്മളിവിടെ ഇങ്ങനെ ക്യാപ്ഷൻസ് നമ്മൾ കൊടുക്കുകയാണ്. അതല്ല,
ഇത് മൈ സ്കൂൾ ക്യാപ്ഷൻസ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുത്തു കഴിയുമ്പം നമുക്ക് ക്യാപ്ഷനായിട്ട് മൈ സ്കൂൾ വരികയാണ്. അപ്പോൾ ക്യാപ്ഷൻ എന്തിനാണ് കൊടുക്കുന്നത്? ഒന്നില്ലെങ്കിൽ അടിക്കുറിപ്പ് കൊടുക്കാനോ അല്ലെങ്കിൽ പേര് നൽകാനോ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപ്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത ഫ്രെയിം സെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് എപ്പോഴും എക്സാമിന് വരുന്ന ഒരു പോർഷനാണ് ഫ്രെയിം സെറ്റ്. 1 മാർക്കിനായാലും ശരി, ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയാലും ശരി. അതായത് മിക്കവാറും ചോദിക്കുന്നത് എം ടി ടാഗ് ആണോ അതേപോലെ തന്നെ കണ്ടെയ്നർ ടാഗ് ആണോ എന്ന് വരുന്നൊരു പോർഷനിലാണ് കൂടുതൽ ഈ ഫ്രെയിം സെറ്റ് ടാഗ് ചോദിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രെയിം സെറ്റ് ടാഗ് എന്താണെന്ന് നോക്കാം. ഫ്രെയിം സെറ്റ് ടാഗ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ദ ഫ്രെയിം സെറ്റ് ടാഗ് അലൗസ് ടു വ്യൂ മൾട്ടിപ്പിൾ വെബ് പേജസ് ഇൻ എ സിംഗിൾ വിൻഡോ. അതായത് ഒരു വിൻഡോയിൽ ഒന്നിലധികം വെബ് പേജുകളെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്രെയിം സെറ്റ് ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്രെയിം സെറ്റ് ടാഗ് എന്ന് പറയുന്നത് എന്ത് ടാഗാണ്? കണ്ടെയ്നർ ടാഗാണ്. ഓക്കെ, അതിനൊരു ക്ലോസിംഗ് ടാഗും ഉണ്ടല്ലോ, അപ്പോൾ അത് കണ്ടെയ്നർ ടാഗാണ്. അത് നിങ്ങളതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇതൊന്നും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇല്ല. അടുത്തത് ദ ഫ്രെയിം ടാഗ്. അപ്പോൾ ഫ്രെയിം സെറ്റ് ടാഗ് എന്ന് പറയുന്നത് കണ്ടെയ്നർ ടാഗ് ആണ് എങ്കിൽ ഫ്രെയിം ടാഗ് എന്ന് പറയുന്നത് എന്ത് ടാഗാണ്? എം ടി ടാഗാണ്. ഓക്കെ, അതിന് എന്തില്ല? ക്ലോസിംഗ് ടാഗ് ഇല്ല. ഇപ്പോൾ ഫ്രെയിം ടാഗ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ദ ടാഗ് ഡിഫൈൻസ് ദ ഫ്രെയിം വിത്തിൻ എ ഫ്രെയിം സെറ്റ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്രെയിം ടാഗ്. അതായത് ഈ ടാഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രെയിം സെറ്റിനുള്ളിലെ ഫ്രെയിമുകളെ രൂപപ്പെടുത്താം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഫ്രെയിം സെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നിലധികം വെബ് പേജുകൾ ഒരു പേജ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അതിലേക്ക് ഓരോ ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്രെയിം ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതും മറക്കാതെ ഓർത്തിരിക്കുക. പിന്നെ ഇതിനകത്തൊരു നോ ഫ്രെയിം ടാഗ് ഉണ്ട്. അതായത് ഫ്രെയിം സെറ്റ് ചില സന്ദർഭങ്ങളിൽ, അതായത് ചില ഇടങ്ങളിൽ ഫ്രെയിം സെറ്റ് വർക്കാവാതെ വരും അല്ലെങ്കിൽ അനുവദിക്കാതെ വരും. മനസ്സിലാവുന്നുണ്ടോ? ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാനാണ് നോ ഫ്രെയിം ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സപ്പോസ് അതായത് ഫ്രെയിം ടാഗ് സപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ നമുക്ക് അതിന് പകരം യൂസ് ചെയ്യാവുന്നൊരു ടാഗാണ് നോ ഫ്രെയിം ടാഗ്. അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്തത് നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ്സ്. എന്താണ് നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ്? നെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലേ, ഒന്നിനുള്ളിൽ ഒന്നൊന്ന് വരുന്നത്. അത് തന്നെയാണ് ഇവിടെ ഫ്രെയിം സെറ്റിനുള്ളിൽ തന്നെ വേറെയും ഫ്രെയിം സെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റിന് ഒരു എക്സാമ്പിളായിട്ട് മാറുകയാണ്. ഓക്കെ, ഇത് കണ്ടില്ലേ? ഇനി നമുക്ക് ഫോംസിലേക്ക് പോവാം. ഫോംസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഫോംസ് എന്ന് പറയുന്നത്. അതായത് ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ് പേജിൽ നിന്നും വെബ് സെർവറിലേക്ക് ഡേറ്റകളെ കൈമാറുവാനാണ് നമ്മൾ ഫോമുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ആപ്ലിക്കേഷൻ ഫോമൊക്കെ കണ്ടിട്ടില്ലേ? നിങ്ങൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഹയർ സ്റ്റഡീസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സൈറ്റിൽ ചെന്ന് കഴിയുമ്പം നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ ഫോം ഉണ്ടാവും ഇല്ലേ? അതാണ് എന്തെന്ന് പറയുന്നത്? ഫോം. നിങ്ങൾ അതിനകത്തേക്ക് ഡേറ്റാസ് എല്ലാം ഫില്ല് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പം അതെങ്ങോട്ട് പോകും? വെബ് സെർവറിലേക്ക് പോയി ഡേറ്റ അവിടെ അങ്ങ് സ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത്. അതാണ് പറയുന്നത് ഫോംസ് എന്ന് പറയുന്നത്. വെബ് പേജിൽ നിന്ന് വെബ് സെർവറിലേക്ക് ഡേറ്റ കൈമാറാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫോമുകൾ എന്ന് പറയുന്നത്. ആ ഫോമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഫോം ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫോം ടാഗുകൾ നമ്മൾ അതിനകത്ത് എന്താ ടെക്സ്റ്റ് ഏരിയ ബട്ടന്, അതേപോലെ ചെക്ക് ബോക്സ്, റേഡിയോ ബട്ടന്, അങ്ങനെയുള്ള കുറേ കൺട്രോൾസ് ഒക്കെ ഉണ്ടായിരിക്കും. ആ കൺട്രോൾസിലൂടെയൊക്കെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇൻഫോർമേഷൻസ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ഫോം ടാഗ്. നിങ്ങൾ ലാബിൽ ഒരു യൂസർ നെയിം പാസ്വേഡിൻ്റെ ഒരെണ്ണം ചെയ്തില്ല, ഒരു സിമ്പിൾ എക്സാമ്പിളായിട്ട്, അത് ഈ ഫോംസ് ടാഗിന് ഒരു എക്സാമ്പിളാണ് കേട്ടോ. ഓക്കെ, ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു മെത്തേഡാണ്. എന്താണ്? പോസ്റ്റ് ആൻഡ് ഗെറ്റ്സ് മെത്തേഡ്. എന്തിനാണ്? ഇൻഫോർമേഷൻസിനെ ഗെറ്റ്സ് മെത്തേഡും പോസ്റ്റ് മെത്തേഡും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ ഇൻഫോർമേഷൻസിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പോസ്റ്റ് മെത്തേഡും അതേപോലെ തന്നെ ഗെറ്റ് മെത്തേഡും. ഓക്കെ, അതായത് നമ്മൾ ഇൻഫോർമേഷൻസ് സ്വീകരിക്കുന്ന ഒരു വിധമാണ്, വെബ് സെർവറിൽ ഡേറ്റ സ്വീകരിക്കുന്ന ഒരു വിധമാണ് ഗെറ്റ്സും അതേപോലെ തന്നെ പോസ്റ്റും. ഓക്കെ, ഇനി ഇതുണ്ടല്ലേ, ഇതാണ് ഒരു ചെറിയൊരു എക്സാമ്പിളാണത്.
അടുത്തെന്ന് പറയുന്നത് ഇൻപുട്ട് ടാഗാണ്. ഇപ്പം നമ്മൾ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോമിൻ്റെ ഒരു പേജ് മാത്രമേ വരുന്നുള്ളൂ അല്ലേ. അതായത് ജസ്റ്റ് ഒരു പേപ്പർ എടുത്ത് വെച്ച പോലെ ചിന്തിക്കുക. ഇനി നമുക്ക് അതിനകത്തേക്ക് നമുക്ക് പേര് എഴുതി കൊടുക്കാനുള്ളൊരു ഒരു ചെറിയ ബോക്സ്, അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, കുറേ അധികം കൺട്രോൾസ് വേണം അല്ലേ. അപ്പോൾ അത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇൻപുട്ട് ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ടെക്സ്റ്റ് ബോക്സ്, പാസ്വേഡിന് എഴുതാനുള്ള ബോക്സ്, അതേപോലെ എന്തെങ്കിലും ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ബോക്സുകൾ, അതേപോലെ തന്നെ റേഡിയോ ബട്ടൺസ്, ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാനുള്ള രീതിയിൽ റേഡിയോ ബട്ടൺസ്, ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റേഡിയോ ബട്ടൺസ്, അതേപോലെ നമുക്ക് സബ്മിറ്റ് ബട്ടൺ, അങ്ങനെയുള്ള ഒരുപാട് കൺട്രോൾസിനെ പ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത് ടാഗാണ് എന്തെന്ന് പറയുന്നത്, ഇൻപുട്ട് ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻപുട്ട് ടാഗിൻ്റെ ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ ലാബിൽ ചെയ്ത് നമുക്ക് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഇത് കണ്ടില്ലേ, ടെക്സ്റ്റ്, നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുന്നത് എക്സാമ്പിളായിട്ട് ഇതുണ്ട, ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ്. അങ്ങനെ നമ്മൾ ഇന്നതാണെന്ന് പറഞ്ഞ് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കൺട്രോൾസ് അവിടെ വരും. ഓക്കെ, അടുത്തത് ടെക്സ്റ്റ് ഏരിയ ആണ്. ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ടെക്സ്റ്റ് ബോക്സ് ഇല്ലേ, അതുപോലെ തന്നെയാണ് ടെക്സ്റ്റ് ഏരിയ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറേ സ്പേസ് ഉണ്ടായിരിക്കും, മൾട്ടിപ്പിൾ ലൈൻസ് നമുക്ക് എഴുതാൻ പറ്റും. മറ്റേ ടെക്സ്റ്റ് ബോക്സിലാണെങ്കിൽ നമുക്ക് ഒരു ലൈനല്ലേ ഇങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. പക്ഷേ ടെക്സ്റ്റ് ഏരിയയിൽ നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസ് നമുക്ക് എഴുതി തീർക്കാൻ പറ്റും. ഇവിടെ മൊത്തം നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റും. അതാണ് ടെക്സ്റ്റ് ഏരിയ ടാഗ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ഏരിയ ടാഗിന് വേണ്ടി ടെക്സ്റ്റ് ഏരിയ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ടെക്സ്റ്റ് ഏരിയ ടാഗ്. ഓക്കെ, അടുത്തത് സെലക്ട് ടാഗാണ്. സെലക്ട് ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് എന്താണ്, ടാഗ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. അതായത് ഇത് കണ്ടോ, ഇങ്ങനൊരു നിങ്ങൾ കോഴ്സൊക്കെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ താഴത്തേക്ക് വരും, നിങ്ങൾക്ക് ഏത് ആണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതാ സെലക്ട് ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ടാഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന പോലത്തെ ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് എന്തെന്ന് പറയുന്നത്, സെലക്ട് ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, സെലക്ട് ടാഗ് എന്ന് പറയുന്നത് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ഓപ്ഷൻ ടാഗ്. ഇപ്പം നമ്മൾ ലിസ്റ്റ് പഠിച്ചില്ലേ, ലിസ്റ്റ് പഠിച്ചപ്പോൾ എന്താണ്, ഇപ്പോൾ ഓയിൽ ടാഗ് ആയാലും അതിനകത്തേക്ക് നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എല്ലയും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, എൽ ടാഗും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല ലിസ്റ്റിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ സെലക്ട് ടാഗിനകത്ത് ഈ ഓപ്ഷൻസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് എന്തെന്ന് പറയുന്നത്, ഈ ഓപ്ഷൻ ടാഗ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഇനി ഫീൽഡ് സെറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ദ ഫീൽഡ് സെറ്റ് ടാഗ് ഈസ് യൂസ്ഡ് ടു ഗ്രൂപ്പ് റിലേറ്റഡ് എലമെൻറ്റ്സ്. അതായത് ഇത് കണ്ടോ, ഈ ഒരു എക്സാമ്പിൾ കണ്ടോ. അതായത് ഫീൽഡ് സെറ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം കൺട്രോൾസിനെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഫീൽഡ് സെറ്റ് ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടോ, നെയിമിൻ്റെ ടെക്സ്റ്റ് ബോക്സ്, ഇമെയിൽ കൊടുക്കാനുള്ള ടെക്സ്റ്റ് ബോക്സ്, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ആ ഒരു ടെക്സ്റ്റ് ബോക്സ്, അതെല്ലാം കൂടെ എന്ത് ചെയ്യുക, ഒരു ചതുരപ്പ് ഇതുണ്ടോ, ഒരു ജനറൽ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫീൽഡ് സെറ്റ് ടാഗ്. ക്ലിയർ? അടുത്തത് ഗെറ്റ്സ് ആൻഡ് പോസ്റ്റ്. അന്ന് അവിടെ നമ്മൾ ഫോംസിൻ്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഗെറ്റ് ആൻഡ് പോസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അത് എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, ഈ ഡിഫറൻസ് ചില സന്ദർഭങ്ങളിൽ ചോദിക്കാറുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ് ഗെറ്റും അതേപോലെ തന്നെ പോസ്റ്റും. ഓക്കെ, അടുത്തത് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഒരു ലെങ്തി ചാപ്റ്റർ ആയതുകൊണ്ട് ഫസ്റ്റ് ചാപ്റ്റർ ലെങ്തി ചാപ്റ്റർ ആയപ്പം അതിൽ നിന്ന് കുറച്ച് നമുക്കൊരിക്കലും സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു കുറച്ച് പോർഷൻസ് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലത്തെ ഒരു പോർഷൻ ഞാൻ ഇവിടെയും പറയുകയാണ്. അതായത് നമ്മളിവിടെ എപ്പോഴും മെമ്മറിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ് എന്തെന്ന് പറയുന്നത്, ഈ കാര്യങ്ങൾ നമ്മൾ ഫോംസിൻ്റെ കാര്യങ്ങൾ അത് നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം.
അതേപോലെ തന്നെ ലിസ്റ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതേപോലെ ഇപ്പോൾ ഈ സ്റ്റാർട്ട് ആട്രിബ്യൂട്ട് അല്ലേ, ഈ സ്റ്റാർട്ട് ആട്രിബ്യൂട്ട് നമ്മൾ എന്തിനാണ് ഓയിൽ ടാഗിൻ്റെ ഇതിൽ ചേർക്കുന്നത് അല്ലേ, നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം അങ്ങനെയുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആംഗിൾ ടാഗിന് എന്തിന് യൂസ് ചെയ്യുന്നത്, ആംഗിൾ ടാഗിൻ്റെ മറ്റൊരു പേരെന്താണ്, ആങ്കർ ടാഗ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ആംഗിൾ ടാഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നു. അതേപോലെ ഇനി നോ എംബഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എംബഡഡ് ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നതിനായിരുന്നു, നമ്മുടെ ഓഡിയോ വീഡിയോ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എംബഡഡ് ടാഗ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ചില സന്ദർഭങ്ങളിൽ ഈ എംബഡഡ് ടാഗ് അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ആകാതെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് എന്തെന്ന് പറയുന്നത്, നോ എംബഡഡ് ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ദ ഡീഫോൾട്ട് വാല്യൂ ഓഫ് ബോർഡർ ആട്രിബ്യൂട്ട് ഓഫ് ടേബിൾ ഈസ് 0. അതിന് നിങ്ങൾക്ക് അറിയാമല്ലോ. അടുത്തത് ഡീഫോൾട്ട് അലൈൻമെൻറ്റ് ഓഫ് ടേബിൾ ഇൻ HTML ഈസ് ലെഫ്റ്റ്. അതായത് HTML എന്നല്ല, നമ്മൾ എന്താണേലും നമ്മൾ ഒരു അലൈൻമെൻറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കാത്തിടത്തോളം കാലം HTML പ്രോഗ്രാമത്തിൽ നമ്മൾ എന്ത് കൊടുത്താലും അത് ഇടത് സൈഡിൽ ലെഫ്റ്റ് അലൈൻമെൻ്റ് ആയിട്ടായിരിക്കും വരിക. അതായത് ഒരു വെബ് പേജ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെൻട്രൽ അലൈൻമെൻറ്റോ അങ്ങനെയുള്ള അലൈൻമെൻറ്റ്സ് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അത് ആ ക്രമമായ രീതിയിൽ വരുള്ളൂ. നമ്മൾ അങ്ങനെ ഒരു അലൈൻമെൻറ്റ് പറഞ്ഞു കൊടുക്കാത്തിടത്തോളം കാലം അത് എല്ലാം വരുന്നത് എവിടെയായിരിക്കും, ഈ ഒരു സൈഡിലായിരിക്കും. ഓക്കെ, അതൊരു ഡീഫോൾട്ട് അലൈൻമെൻ്റ് ആണത്. ക്ലിയർ? ഇനി എ റോ ഇൻ HTML ഈസ് എ കളക്ഷൻ ഓഫ് സെൽസ്. അത് നിങ്ങൾക്ക് പിന്നെ അറിയാമല്ലോ. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് പൈക്യൂസിലേക്ക് നമുക്ക് പോവാം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് ഫ്രെയിം സെറ്റ് കോൾസ് 50%. അതായത് ഫ്രെയിം സെറ്റ് കോൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. കോളം 50% ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കത് ഇങ്ങനെയായിരിക്കും കിട്ടുക, കാരണം കോളത്തിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് ഫ്രെയിം സെറ്റ് റോസ് 50%. അതായത് റോയിനെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്യുക. അതായത് ഇതൊരു വെബ് പേജ് ആണെന്ന് വിചാരിക്കുക, ആ വെബ് പേജിൻ്റെ കോളമാണ് 50% എങ്കിൽ അത് ഇങ്ങനെയായിരിക്കും കട്ടാവുക. ഇനി അതേസമയം ഒരു വെബ് പേജിനെ റോ വൈസ്റ്റാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അത് വരുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അടുത്തത് ദ ഡീഫോൾട്ട് അലൈൻ വാല്യൂ ഫോർ ടേബിൾ ഈസ്. അത് ഡെഫിനറ്റ് ആയിട്ടും എവിടെയാണ്, ലെഫ്റ്റ് സൈഡിലായിരിക്കും അത് അലൈൻ ചെയ്യുക. അടുത്തത് എ സബ്മിറ്റ് ബട്ടൺ ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ ഡാഷ് ടാഗ്. ഏത് ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇൻപുട്ട് ടാഗ് യൂസ് ചെയ്തിട്ട് അല്ലേ. ഫോമിൽ നമുക്ക് കൺട്രോൾസിനെ പ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് ടാഗ് വേണം, ഇൻപുട്ട് ടാഗ്, മറക്കരുത് കേട്ടോ. ദ ഡാഷ് ടാഗ് എൻക്ലോസ്ഡ് ദ ഹെഡിങ് സെൽസ് ഇൻ എ ടേബിൾ. നമുക്ക് ഹെഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ഏതാണ് ടേബിളിൽ, TH ടാഗ്, ടേബിൾ ടാഗ് അല്ലേ. ടേബിളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് TH ടാഗ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഹെഡിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് ഡാഷ് ഈസ് ആൻ എംപ്റ്റി ടാഗ്. ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതോ ഒന്ന് എംപ്റ്റി ടാഗാണ്. ഏതാണ്, ഫ്രെയിം ആണോ, ഫോം ആണോ, ഫ്രെയിം സെറ്റ് ആണോ, ടേബിൾ ആണോ എന്ന്. ഡെഫിനറ്റ് ആയിട്ടും എന്താണ്, അത് ഫ്രെയിം ആണ്. കാരണം ഫോംസിനും അതേപോലെ ഫ്രെയിം സെറ്റിനും ടേബിളിനായാലും എന്തുണ്ട്, ക്ലോസിംഗ് ടാഗ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ എംപ്റ്റി ടാഗ് എന്ന് പറയുന്നത് ഫ്രെയിം ടാഗാണ്. ഓക്കെ, ഇതെപ്പോഴും എക്സാമിന് ചോദിക്കുന്നല്ലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് പിക്ക് ദ ഓഡ് വൺ ഔട്ട്, ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതിൽ നിന്ന് നമുക്ക് ഓഡായിട്ട്, അതായത് ഒരു ഒറ്റയാനെ കണ്ടെത്തണം അല്ലേ. നോ ഫ്രെയിം, ബോഡി, SRC, ഹെഡ്. നോ ഫ്രെയിം നമ്മൾ പറഞ്ഞു, അത് നമ്മൾ എന്താണ്, ടാഗാണ്. ബോഡി എന്ന് പറയുന്നത് ടാഗാണ്. അതേപോലെ തന്നെ SRC എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടാണ്. ഹെഡ് എന്ന് പറയുന്ന ഒരു ടാഗാണ്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നമ്മുടെ ഇവിടെ ഒറ്റയാനെന്ന് പറയുന്നത് ഈ ആട്രിബ്യൂട്ടാണ് അല്ലേ. ബാക്കിയെല്ലാം എന്താണ്, ടാഗുകളാണ്. ഓക്കെ, അടുത്തത് വിച്ച് ടാഗ് ഈസ് യൂസ്ഡ് ടു ഡിവൈഡ് ദ വിൻഡോ മോർ ദാൻ വൺ. അതെ, ഒന്നിലധികം വിൻഡോ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫ്രെയിം സെറ്റ്. ഓക്കെ, അടുത്തത് ഡാഷ് ടാഗ് ഈസ് യൂസ്ഡ് ടു പാസ് ഇൻഫോർമേഷൻ ഫ്രം വെബ് വ്യൂവേഴ്സ് ടു വെബ് സെർവർ. എന്താ, വെബ് ബ്രൗസറിൽ നിന്ന് വെബ് സെർവറിലേക്ക് ഇൻഫോർമേഷൻസിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഫോമാണ്. ഓക്കെ, അടുത്തത് ഡാഷ് ടാഗ് പ്രൊവൈഡ്സ് എ ലേബൽ ഫോർ ദ ഫോം കൺട്രോൾ. ഏതാണ്,
ഏത് ടാഗാണ് നമ്മൾ ലേബലിന് വേണ്ടി കൊടുക്കുന്നത്. അതായത് ജസ്റ്റ് ലേബൽ എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി. ഇപ്പം നമ്മൾ നെയിം കൊടുക്കുകയാണെങ്കിൽ എൻ്റർ ദ നെയിം എന്നൊക്കെ നമ്മൾ കൊടുക്കത്തില്ലേ, അങ്ങനെ ലേബൽ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് ഇതാണ് എന്തെന്ന് പറയുന്നത്, ലേബൽ. ഓക്കെ, ഇനി എ ഡാഷ് ഹാസ് നോ ബോഡി സെക്ഷൻ. നമ്മൾ പഠിച്ച കുറേ ടാഗിൽ ഏതോ ഒരു ടാഗിന് എന്തില്ല ബോഡി സെക്ഷൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു ബോഡി സെക്ഷൻ ഇല്ല. ഏതാണത്? അതെന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആയിട്ടും ഫ്രെയിം സെറ്റ് ടാഗാണ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നെയിം ദ ആട്രിബ്യൂട്ട് യൂസ്ഡ് ടു മെർജ് 2 or more റോസ് ഓഫ് എ ടേബിൾ ഇൻ ആൻ HTML ഡോക്യുമെൻറ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, മെർജ് ചെയ്യണം. 1 or 2 അതിലധികമോ റോസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മെർജ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റോസ് സ്പാൻ. 1 or അതിലധികമോ കോളങ്ങളെ തമ്മിൽ മെർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, കോൾ സ്പാൻ. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 or അതിലധികമോ റോകളെ തമ്മിൽ മെർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ഏതാണ്, റോസ് സ്പാൻ. ഓക്കെ, അതങ്ങോട്ടോട്ട് മാറിപ്പോവരുത്. അടുത്തത് ഇൻ HTML ഡാഷ് ടാഗ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ റോ ഇൻ എ ടേബിൾ. അല്ലേ, നമ്മൾ ടേബിളിനകത്ത് റോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ടാഗ് ഏതായിരുന്നു, tr ടാഗ്. അടുത്തത് ദ സ്പേസ് ബിറ്റ്വീൻ ദ ബോർഡർ ഓഫ് ദ സെൽ ആൻഡ് ഇറ്റ്സ് കണ്ടന്റ്. അല്ലേ, അത് നമുക്കറിയാമല്ലോ, സെൽ പാഡിങ് ആണ്. അല്ലേ, സെൽ പാഡിങ്ങും സെൽ സ്പേസിങ്ങും പഠിച്ചു വെച്ചോണം. ഓക്കെ, അടുത്തത് ഡാഷ് ടാഗ് ഫോംസ് ദ ഡെഫിനിഷൻ ടേം ഇൻ എ ഡെഫിനിഷൻ ലിസ്റ്റ്. നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഡെഫിനിഷൻ ടേം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് DT ടാഗ്. ഓക്കെ, അടുത്തത് ടു ക്രിയേറ്റ് ലിസ്റ്റ് യൂസിങ് അപ്പർ കേസ് ലെറ്റേഴ്സ് യൂസ് ഡാഷ്. അതായത് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പർ കേസിൽ വേണം നമുക്ക് വരാൻ വേണ്ടി. അതായത് OL ടാഗിൽ നമ്മൾ അപ്പർ കേസ് ABCD എന്ന് പറഞ്ഞിട്ടായിരിക്കണം നമുക്ക് ലിസ്റ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, OL ടൈപ്പ് ക്യാപിറ്റൽ ലെറ്റർ A. ഇനി അത് സ്മോൾ ലെറ്ററിൽ വേണമെങ്കിൽ OL ടൈപ്പ് സ്മോൾ ലെറ്റർ A നമ്മൾ ഡബിൾ കോട്ട്സിൽ കൊടുത്താൽ മതിയാവും. അപ്പം എന്ത് ചെയ്യും, സ്മോൾ ലെറ്റർ ABCD എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റേഴ്സൊക്കെ ലിസ്റ്റ് ചെയ്ത് വരും. ക്ലിയർ? അടുത്തത് റൈറ്റ് HTML ടാഗ്സ് യൂസ്ഡ് ടു ഇൻസേർട്ട് കമൻറ്റ്സ് ഇൻ HTML വെബ് പേജ്. നമ്മൾ കമൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കമൻറ്റ്സ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് HTML വെബ് പേജസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കമൻറ്റ്സ് പറയാം. കമൻറ്റ്സ് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പം C++ പ്രോഗ്രാം ഏത് പ്രോഗ്രാമിലായാലും കമൻറ്റ്സ് നമ്മൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് ഇപ്പം ഞാൻ ചെയ്ത പ്രോഗ്രാം വേറൊരാൾ എടുക്കുമ്പം അയാൾക്ക് മനസ്സിലാവുണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെയ്ത പ്രോഗ്രാമിൽ ഇന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഇന്നതിനാണ്, അല്ലെങ്കിൽ ഇന്ന ലൈനിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇന്നതിനാണ് എന്നുള്ളത് ഞാൻ അവിടെ എന്ത് ചെയ്യും, മെൻഷൻ ചെയ്ത് വെക്കാറുണ്ട്. ഓക്കെ, നമ്മൾ C++ലാണെങ്കിൽ സിംഗിൾ ലൈനും അതേപോലെ മൾട്ടി ലൈൻ കമൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ, അതേപോലെ തന്നെ നമ്മൾ ഇവിടെ HTML നമ്മൾ യൂസ് ചെയ്യുന്ന കമൻറ്റ്സിൻ്റെ സിൻടാക്സ് ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കമൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമൻറ്റ്സ് ഒരിക്കലും എന്ത് ചെയ്യുക, കമ്പൈൽ ചെയ്യത്തില്ല. ഓക്കെ, ആ ഒരു ഇത് മാത്രം പഠിച്ചു വെക്കുക. ഇനി റൈറ്റ് എനി 2 മെത്തേഡ്സ് ടു ഇൻക്ലൂഡ് സ്ക്രിപ്റ്റ്സ് ഇൻ HTML ഡോക്യുമെൻറ്റ്സ്. HTML ഡോക്യുമെൻറ്റ്സിൽ സ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ്? ഒന്നിലേക്ക് നമുക്ക് ഹെഡ് സെക്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബോഡി സെക്ഷനിൽ കൊടുക്കാം. ഇതൊരു സ്ക്രിപ്റ്റുമായിട്ട് ബേസ് ചെയ്തതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കൺസിഡർ ദ ഫോളോയിങ് HTML ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, പ്രിൻ്റർ ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് സ്റ്റാർട്ട് ആൻഡ് ടൈപ്പ് ആട്രിബ്യൂട്ട്സ് ഓഫ് OL ടാഗ്. അതായത് ശ്രദ്ധിച്ച് നോക്കിക്കേ, അവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് ഇങ്ങനെയാണ്, DEF. ABCD എന്നുള്ള ക്രമത്തിലല്ല, DEF എന്ന രീതിയിലാണ്. അത് D എന്ന് പറയുന്ന ലാപ്ടോപ്പും E ഡെസ്ക്ടോപ്പ്, F പ്രിൻ്റർ, അങ്ങനെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായിരിക്കും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക എന്ന്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, അതായത് ടൈപ്പ് A, അതായത് ആ സീരീസിലാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ടൈപ്പ് A അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ആ ടൈപ്പിൽ 4ാമത്തെ ലെറ്റേഴ്സിൽ നിന്ന് തുടങ്ങണം. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എക്സ്പ്ലെയിൻ ദ HTML ടാഗ്
ടേബിൾ ആൻഡ് ഇറ്റ്സ് ആട്രിബ്യൂട്ട്സ്. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒത്തിരി എളുപ്പമുള്ള പോലത്തെ ടാഗുകൾ നോക്കി പഠിക്കുക. എല്ലാ ടാഗിനും തന്നെ കോമൺ ആയിട്ട് വരുന്ന കുറേ ആട്രിബ്യൂട്ട്സുകളുണ്ട്. അപ്പോൾ ആ ആട്രിബ്യൂട്ട്സൊക്കെ നിങ്ങൾ ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എല്ലാ ആട്രിബ്യൂട്ടിനും കോമൺ ആയിട്ട് വരുന്ന ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ എന്താണെന്ന് ജസ്റ്റ് നോക്കി എവിടെയെങ്കിലും ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ ആദ്യം അത് പഠിച്ചു നോക്കുക. ഇനി ടേബിളിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നമുക്കത് പറയാൻ പറ്റും. സെൽ സ്പേസിങ്, അതേപോലെ തന്നെ സെൽ പാഡിങ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ ടേബിൾ പഠിക്കുമ്പോൾ എന്തായാലും അതിൻ്റെ കുറച്ച് ആട്രിബ്യൂട്ട്സ് എന്തായാലും പഠിച്ചു വെക്കാനായിട്ട് മറക്കരുത്. ഇത് കണ്ടോ, ഇതൊക്കെ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈസി ആയിട്ട് കിട്ടാവുന്നതല്ലേ ടേബിളൊക്കെ ഉള്ളൂ. അടുത്തത് ഡാഷ് ടാഗ് ഇൻ HTML ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. അല്ലേ, നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ കോഴ്സൊക്കെ സെലക്ട് ചെയ്യുന്ന കാര്യം. അതായത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ഏതാണെന്ന് ഇവിടെ സെലക്ട് തന്നിട്ടുണ്ട്, ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഇൻപുട്ട് തന്നിട്ടുണ്ട്, ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് എന്തെന്ന് പറയുന്നത്, സെലക്ട് ടാഗ്. ഓക്കെ, ഓപ്ഷൻ ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൽ ഏത് ഓപ്ഷനാണ് നമുക്ക് വേണ്ടതെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്ഷൻ ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് ടാഗ് അറിയാലോ, കൺട്രോൾസിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലിസ്റ്റ് ടാഗ് നമുക്കറിയാലോ, പിന്നെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ കേസിൽ വരുമ്പോൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് എന്തെന്ന് പറയുന്നത്, സെലക്ട് ടാഗ്. ഓക്കെ, അടുത്തത് പിക്ക് ഔട്ട് ദ ഓഡ് വൺ. ഈ താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ഒരെണ്ണത്തിനെ ഒരു ഒറ്റയാണ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ബോഡി, HTML, ഹെഡ്, അലൈൻ. അല്ലേ, ഇതിനകത്ത് ബോഡി എന്ന് പറയുന്ന ടാഗാണ്, HTML ടാഗാണ്, ഹെഡ് എന്ന് പറയുന്ന ടാഗാണ്, അലൈൻ എന്ന് പറയുന്ന എന്താണ്, ആട്രിബ്യൂട്ടാണ്. ഓക്കെ, അടുത്തത് നെയിം ദ ഫോളോയിങ് ടാഗ്സ്. താഴെ തന്നിരിക്കുന്നതിൽ നമുക്ക് എന്ത് ചെയ്യാം, നെയിം ടു ഇൻക്ലൂഡ് എ ബട്ടൺ ഇൻ HTML. അതായത് HTML ഒരു ബട്ടൺ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട ടാഗ് ഏതാണ്, ഏത് ടാഗാണ് നമുക്ക് വേണ്ടത്, ബട്ടൺ ടാഗാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അടുത്ത് ടു പാർട്ടീഷൻ ദ ബ്രൗസ് വിൻഡോ. അതായത് നമുക്ക് ഡിവൈഡ് ചെയ്യുക, അത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഫ്രെയിം സെറ്റ് ടാഗ്. അടുത്തത് വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫ്രെയിം സെറ്റ് ടാഗ് ഇൻ HTML, ലിസ്റ്റ് എനി 2 ആട്രിബ്യൂട്ട്സ് ഓഫ് ദിസ് ടാഗ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഫ്രെയിം സെറ്റ് ടാഗ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രെയിം സെറ്റ് ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ വിൻഡോസിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫ്രെയിം സെറ്റ് ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ 2 ആട്രിബ്യൂട്ട്, അതിൻ്റെ റോസും കോൾസും. ഓക്കെ, അതൊക്കെ പഠിക്കുക. ഏത് ആട്രിബ്യൂട്ട് പഠിച്ചാലും അതിന് എളുപ്പമുള്ള രീതിയിലുള്ള 1-2 ആട്രിബ്യൂട്ട്സും കൂടെ പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഇതൊക്കെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റെസ്പെക്റ്റഡ് ബൈ ദ സിമ്പിൾ RC. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഡ് ആണെന്നും C എന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റ് ആണെന്നും നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യം തന്നെയാണത്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ യൂസ് ഓഫ് ദ ഫോളോയിങ് ഇൻ HTML. നമുക്ക് AHREF DHC കേരള ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതെന്തിനു വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലിങ്കാണ്. ഇറ്റ് ക്രിയേറ്റ്സ് എ ലിങ്ക് ഷോസ് DHC ടു ദ വെബ്സൈറ്റ്. എന്താ, DHCയുടെ സൈറ്റ് ഷോ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിങ്കാണത്. ഓക്കെ, അടുത്തത് എംബഡഡ് SRC സോങ് 1.mp3 ഒരു എംബഡ് കൊടുത്ത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓഡിയോ ഫയലിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ലിങ്കാണത്. അപ്പോൾ ഇങ്ങനെ ലിങ്കുകൾ തന്നിട്ട് അതെന്തിനു വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ലിങ്കാണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമുക്കത് എഴുതാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് പഠിച്ചു വെക്കണം, ടാഗുകൾ പഠിച്ചു വെക്കണം. ഓക്കെ, സപ്പോസ് ഇൻ കേസ് ഈ എംബഡ് ടാഗ് നമുക്ക് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ടാഗാണ് എന്ത്, നോൺ എംബഡഡ് എന്ന് പറയുന്ന ടാഗ്. അതും ഓർത്ത് വെക്കുക. അടുത്തത് എക്സ്പ്ലെയിൻ എനി 2 ടൈപ്പ് ഓഫ് ലിസ്റ്റ് ഇൻ HTML. ഞാൻ പറഞ്ഞില്ലേ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, നമുക്ക് അവിടെ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ലിസ്റ്റ് എന്തായാലും നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ഓർഡേർഡ് ലിസ്റ്റ് എന്തിനാണ് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ക്രമമായിട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓർഡേർഡ് ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓർഡേർഡ് ലിസ്റ്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഏത് രീതിയിൽ ലിസ്റ്റ് ചെയ്യണം, ക്യാപിറ്റൽ ലെറ്ററിൽ വേണോ, ക്യാപിറ്റൽ ലെറ്റർ ABCDയിൽ ലിസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ
സ്മോൾ ലെറ്ററിൽ ABCDയിൽ വേണോ അതോ 1 2 3 എന്ന് വേണോ റോമൻ ലെറ്ററിൽ 1 2 വേണോ അങ്ങനെയൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ടൈപ്പ് ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഓർഡേഡ് ലിസ്റ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു ആട്രിബ്യൂട്ടാണ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. അതായത് എവിടെ തുടങ്ങണം എന്ന് പറയുന്നതാണ് എന്താ പറയുന്നത് സ്റ്റാർട്ട് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ അൺഓർഡേഡ് ലിസ്റ്റ് അതും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ നിന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ചെറിയ എക്സാമ്പിളൊക്കെ ഇപ്പോൾ ആദ്യം ഞാനൊരു ഔട്ട്പുട്ടോടുകൂടി കാണിച്ചതുകൊണ്ട് നിങ്ങൾക്കത് കൂടുതൽ ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അടുത്തത് റൈറ്റ് ദ നെയിം ഓഫ് ടാഗ് യൂസ്ഡ് ടു ഗ്രൂപ്പ് റിലേറ്റഡ് ഡേറ്റ ഇൻ ആൻഡ് HTML. ഓക്കെ, നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾസിനെയൊക്കെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് എന്തെന്ന് പറയുന്നത് ഫീൽഡ് സെറ്റ് ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നെയിം ദ 3 എസെൻഷ്യൽ ടാഗ് ഫോർ ക്രിയേറ്റിംഗ് എ ടേബിൾ. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ അത്യാവശ്യം വേണ്ട 3 ടാഗുകളാണ് എന്തെന്ന് പറയുന്നത് ടേബിൾ ടാഗ്, അതേപോലെ തന്നെ TR ടാഗ്, TD ടാഗ്. ഓക്കെ, ഇത് 3ഉം വേണം. അതായത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ടേബിൾ വേണം, റോ പറയാൻ വേണ്ടിയിട്ട് എന്ത് വേണം TR വേണം, അതേപോലെ തന്നെ അതിനകത്ത് എന്ത് ഡേറ്റയാണോ നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം TD ടാഗ് വേണം. ഈ 3 ടാഗാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കേണ്ട ടാഗുകൾ. ഓക്കെ, അടുത്തത് വിച്ച് ഈസ് ദ ടാഗ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ലിങ്ക് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ലൈൻ ബ്രേക്ക് ഇൻ എ HTML പേജ്. അതായത് നമ്മളൊരു HTML പ്രോഗ്രാമിൽ നമുക്ക് കുറച്ച് ലൈൻ സ്കിപ്പ് ചെയ്യണം അല്ലെങ്കിൽ നമുക്കൊരു ലൈൻ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് എന്ത് BR ടാഗ്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ യൂസ് ഓഫ് റിസർവ്ഡ് ക്യാരക്ടേഴ്സ് ഫോർ HTML എൻറ്റിറ്റീസ്. കുറച്ച് റിസർവ്ഡ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിങ്ങനെ പഠിച്ചു വെക്കണം കേട്ടോ. അതായത് കുറച്ച് ക്യാരക്ടേഴ്സ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ക്യാരക്ടേഴ്സൊക്കെ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായിരിക്കും ആംപർസാൻഡ് സിമ്പലിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അത് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താണ് ഈ റിസർവ്ഡ് ക്യാരക്ടേഴ്സിൻ്റെ നമ്മൾ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HTML എൻട്രീസ് ആർ യൂസ്ഡ് ഫോർ റെപ്രസെൻറ്റിംഗ് റിസർവ്ഡ് ക്യാരക്ടേഴ്സ് ഇൻ HTML. അതായത് HTML എൻട്രീസ് എന്ത് ചെയ്യുക കുറച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്ന കുറച്ച് റിസർവ്ഡ് ക്യാരക്ടേഴ്സ് വെച്ചിട്ടായിരിക്കും. അതായത് നമുക്കൊരു 4 എണ്ണത്തിൽ നിന്നെങ്കിലും പഠിച്ചു വെക്കണം. നമുക്കൊരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. അപ്പം ആ റിസർവ്ഡ് ക്യാരക്ടേഴ്സ് അതായത് ആംപർസാൻഡ് NBSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ BR കൊടുക്കാറുണ്ട് സ്പേസ് ഒരു ലൈൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. BR കൊടുക്കുന്നത് അത് അവിടെ വെച്ച് ലൈൻ ബ്രേക്ക് ആയിട്ട് അടുത്ത ലൈനിലേക്ക് വരുവാണ് BR ചെയ്യുന്നത്. പക്ഷേ NBSP നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക നമുക്ക് സ്പേസ് ആണ് കിട്ടുക. ഓക്കെ, ഇപ്പം അഷ്ന കഴിഞ്ഞിട്ട് ആംപർസാൻഡ് NBSP നമ്മൾ കൊടുത്തിട്ട് നമുക്ക് അൽഷാന എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അഷ്ന കഴിഞ്ഞ് ഒരു സ്പേസ് ഉണ്ടാവും നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത്, എന്നിട്ടായിരിക്കും അൽഷാന വരിക. ഇനി ഇത് കൊടുക്കാതെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അൽഷാനയും അഷ്നയും ഒരുമിച്ച് ഒരു നെയിമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് ആംപർസാൻഡ് NBSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സ്പേസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ BR ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ന്യൂ ലൈനിന് വേണ്ടിയിട്ടാണ് BR ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആംപർസാൻഡ് AMB, അതേപോലെ തന്നെ ആംപർസാൻഡ് LT, അതുപോലെ ആംപർസാൻഡ് GT, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളതൊക്കെ ജസ്റ്റ് റിസർവ്ഡ് വേർഡ്സ് ഏറ്റവും ലാസ്റ്റ് പോർഷനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നിങ്ങളതൊന്ന് റിവൈസ് ചെയ്ത് നോക്കണം. ഓക്കെ, ഈ കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ സ്പേസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിസർവ്ഡ് ക്യാരക്ടേഴ്സാണ്. ഓക്കെ.